വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ആലു ഗോബി സബ്ജി. പൊട്ടിറ്റോയും കോളിഫ്ലവറും ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു കറി കണ്ടു നോക്കാം. ഈ സബ്ജി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലോ മസ്റ്റർഡ് ഓയിലോ ഏത് ഓയിൽ ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി ഇതിലേക്ക് കോളിഫ്ലവർ, ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് 1.5 കപ്പ് കോളിഫ്ലവറാണ്. കോളിഫ്ലവർ യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി വെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കുറച്ച് നേരം വെക്കുക. എന്നിട്ട് വേണം കഴുകിയിട്ട് ഉപയോഗിക്കാൻ. അത് ആദ്യം ഓയിലേക്ക് ഇടുക. ഫ്ലോറക്സ് ആയിട്ട് എടുത്തേക്കുന്നത്. ചെറിയതായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റാം. ലൈറ്റ് ബ്രൗൺ കളറായി. മാറ്റിയേക്കാം. ഈ സെയിം ഓയിലിലേക്ക് നമുക്ക് അടുത്തായിട്ട് പൊട്ടേറ്റോസ്, ഞാൻ എടുത്തേക്കുന്നത് ബേബി പൊട്ടേറ്റോസ് ആണ്. അപ്പോൾ ഇത് ഇല്ല എങ്കിൽ സാധാരണ പൊട്ടേറ്റോ ആണെങ്കിൽ ഒരു പൊട്ടേറ്റോനെ 2ആയിട്ടോ അല്ല 4ആയിട്ടോ കീറിയിട്ടിട്ട് ഉപയോഗിക്കാം. 1 കപ്പ് പൊട്ടേറ്റോ അതും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് ബോയിൽ ചെയ്ത് കേട്ടോ. പ്രഷർ കുക്കറിൽ 1 വിസിൽ വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് പൊട്ടേറ്റോയും ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റാം. പൊട്ടേറ്റോസും ഗോൾഡൻ ബ്രൗൺ കളറായി, ഇതും മാറ്റാം. ഈ സെയിം ഓയിലിലേക്ക് ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന ഈ 5 സ്പൈസ് മിക്സാണ്. അതായത് ഇതിനകത്ത് എടുത്തേക്കുന്നത് കരിഞ്ജീരകം, സാദാ ജീരകം, പെരുംജീരകം, പിന്നെ ഉലുവ, കടുക്. ഈ 4 എണ്ണം ഒരേ ക്വാണ്ടിറ്റിയിൽ, ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ആണ് 5 എണ്ണം ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കുക. അതാണ് എടുത്തേക്കുന്നത്. പാഞ്ച് പൊറോൺ എന്ന് പറയും. അപ്പോൾ അതാണ് ആ മിക്സ്ചർ. 1 ടീസ്പൂൺ അതിനകത്തേക്ക് ഇടുക. ഇട്ടൊന്ന് നല്ലൊരു ഫ്ലേവർ കിട്ടും കറികൾക്ക്. അപ്പോൾ ഇതിട്ടൊന്ന് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കായംപൊടി, ഒരു 1/8 ടീസ്പൂൺ കായംപൊടി, സവോള ഒരെണ്ണം ചോപ്പ് ചെയ്തത്, സവോള ഇട്ടതിനൊപ്പം തന്നെ നമുക്ക് ഗാർലിക്കും കൂടെ ആഡ് ചെയ്യാം. എൻ്റെ 8 അല്ലി വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണ്. അണിയൻസ് ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്യുക. അണിയൻസ് നന്നായിട്ട് സോഫ്റ്റായി. ഈ സമയത്ത് നമുക്കൊരു അണിയൻ ടൊമാറ്റോ മിക്സ്ചർ ഇടാനുണ്ട്. പിന്നെ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ സവോള, വളരെ ചെറിയ സവോള, പിന്നെ 2 വെളുത്തുള്ളി, ഒരു ചെറിയ ടൊമാറ്റോ. ഇതെല്ലാം കൂടെ ഒന്ന് വേവിക്കുക. കുറച്ച് വെള്ളത്തിൽ വേവിക്കുക. 5 മിനിറ്റ് തിളച്ചാൽ മതി. ആ വേവിച്ച ശേഷം ആ വെള്ളത്തോടുകൂടെ അങ്ങ് അരച്ചെടുക്കുക. ആ മിക്സറിനകത്തേക്ക് ആഡ് ചെയ്യാം. പച്ചമണം പോകുന്ന വരെ എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാം. ഇതിനൊപ്പം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇതൊരു 4 മിനിറ്റോളം എടുക്കും കേട്ടോ. കുറച്ച് നല്ലൊരു മണം വരണം, അതുവരെ കുക്ക് ചെയ്യണം. റോസ്മെല്ലാം പോയി കഴിയുമ്പോൾ പച്ചമുളക് ഒരെണ്ണം കീറിയിട്ടേക്കുന്നതാണ്, അത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് മസാല പൊടികൾ ആഡ് ചെയ്യാം. കൊറിയാൻഡർ പൗഡർ 2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 3/4 ടീസ്പൂൺ, ടർമറിക് പൗഡർ 1/2 ടീസ്പൂൺ. അതിലേക്ക് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനിയും തീ കുറച്ച്
അടച്ച് 10 മിനിറ്റ് 10 to 15 മിനിറ്റ്സ് ആ പൊട്ടറ്റോ നന്നായിട്ട് വേവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റോളം അടച്ചു വെച്ചിരുന്നു. ചെക്ക് ചെയ്യാം. പൊട്ടറ്റോസൊക്കെ നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഗ്രേവി ഇച്ചിരി തിക്കാവണമെങ്കിൽ കുറച്ച് നേരം കൂടെ ഒരു 5 മിനിറ്റ്സ് കൂടെ വേണേൽ കുക്ക് ചെയ്യാം. നമുക്ക് ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് ഗരം മസാല 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. ഒരു നുള്ള് കായംപൊടി, നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്തിടും. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി സോൾട്ട് കുറവായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് സോൾട്ട് കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പം നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞാണ് കിടക്കുന്നത്. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മൾ ഈ ഒരു തിക്നെസ്സിൽ എടുത്തേക്കുന്നത്, ഒത്തിരി ഗ്രേവി അല്ല. നമുക്കിനി ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗീ. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ഗീ ഒരു ഫ്ലേവറാണ്. ഈ നോർത്ത് ഇന്ത്യൻ കറികൾക്കൊക്കെ ഗീ ഇച്ചിരി നല്ലൊരു ഫ്ലേവറാണ്. കുറച്ച് കൊറിയാൻഡർ ലീവ്സിൽ ചോപ്പ് ചെയ്തിടാം. നമ്മുടെ ആലു ഗോബി സബ്ജി വളരെ ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ഒരു ഗ്രേവിയായത്. നമ്മൾ പാഞ്ച് ഫോറൻ യൂസ് ചെയ്തേക്കുന്നുണ്ട്. അതിന് വളരെ യുണീക്കായിട്ടൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ഇത് ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, റോട്ടിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു കറിയാണ്. വീണ്ടും നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.